ഓക്കെ. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കിസാൻ റെയിൻ ഗാർഡ്സിൽ നിന്ന് രാജേഷാണ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ആസാമിലെ, കേരളത്തിൽ നിന്ന് ഏതാണ്ട് 5000 കിലോമീറ്റർ ദൂരെ ആസാമിലെ സിൽച്ചർ ജില്ലയിൽ ധർമ്മപൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു റബ്ബർ എസ്റ്റേറ്റിലാണ് ഇത്. നമ്മുടെ രാജസ്ഥാൻ ബേസ്ഡ് കമ്പനിയുടെ റബ്ബർ എസ്റ്റേറ്റാണ്. ഏകദേശം 2.5 ലക്ഷം മരത്തോളമുള്ള ഈ റബ്ബർ എസ്റ്റേറ്റിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പ്രാവശ്യം ഒരു 25,000 മരം റെയിൻ ഗാർഡ് പ്ലാസ്റ്റിക് ഒട്ടിക്കുവാനായിട്ട് ഞങ്ങൾ വന്നതാണ്. റെയിൻ ഗാർഡ് ഒട്ടിക്കാനായിട്ട് വന്നതാണ്. പണികൾ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം, ഏതാണ്ട് ഇന്നലെ മുതൽ നമ്മൾ വർക്കുകൾ ആരംഭിച്ചു. ഇനി മുന്നോട്ട് ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ വർക്കുകൾ തീർത്തു കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ഇവിടെ ഏതാണ്ട് പണികൾ അതിരാവിലെ തന്നെ 6 മണി കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ സമയം. അപ്പോൾ തന്നെ ഇവിടെ 4-4:30 മണി ഒക്കെ ആകുമ്പോൾ ഇവിടെ നേരെ നന്നായി വെളുക്കും. അതിനുശേഷം നമ്മൾ ഏതാണ്ട് ഒരു 6 മണിയോടുകൂടി ജോലിക്കാരെല്ലാം പണിക്കിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഈ പണികൾ ഏതാണ്ട് ഈ ആഴ്ച കൊണ്ട് തീർത്തു കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മളൊരു സാമ്പിളായിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇവർ നമ്മുടെ ഈ ആസാമിലുള്ള ആൾക്കാർ റെയിൻ ഗാർഡ് ഇടുന്നത്. പ്രത്യേകിച്ച് ഈ സിൽച്ചർ ജില്ലയിലുള്ള റബ്ബറുകൾക്ക് ആദ്യമായിട്ടാണ് റെയിൻ ഗാർഡ് ഇടുന്നത്. നല്ല നിരപ്പ് പ്രദേശമാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടുത്തുകാർ തന്നെയാണ് ഇത് വെട്ടുന്നത്, ടാപ്പ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്ര ക്ലിയർ ആയിട്ടുള്ളൊരു ടാപ്പിംഗ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും കുഴപ്പമില്ല, കാരണം നല്ല റബ്ബറിന് നല്ല ക്രോപ്പുള്ള ഒരു പ്രദേശമാണ്. അത്യാവശ്യം നല്ല മഴ ലഭിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ റബ്ബറിന് നല്ല ക്രോപ്പും നല്ല ഒരു സാഹചര്യമുണ്ട്. റബ്ബറിനൊരു പറ്റിയ ഒരു സാഹചര്യമാണ്. ഇത് 600 ഇനത്തിൽപ്പെട്ട റബ്ബറാണ് എന്നാണ് നമ്മളോട് കമ്പനിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. വലിയൊരു കമ്പനിയാണ്, കമ്പനി വക റബ്ബർ തോട്ടമാണിത്. ഏതായാലും നമ്മളിത് ഈ വർഷം ഇവരെ ഇത് കാണിച്ചു കൊടുത്തതിന് ശേഷം ഇത് സക്സസ് ആണ് എങ്കിൽ അടുത്ത വർഷം നമ്മൾക്ക് ഈ മൊത്തം തോട്ടത്തിൻ്റെയും ഓർഡർ ഒരുമിച്ച് തരാമെന്നാണ് ഈ കമ്പനിയുടെ MD നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഇവിടെ. അപ്പോൾ മൂന്നാമത്തെ ദിവസം ഞാൻ ഇവിടെ ജോലിക്കാരെ എല്ലാം ഇവിടെ കൃത്യമായി പ്ലേസ് ചെയ്ത് കാര്യങ്ങൾ ഏൽപ്പിച്ചതിന് ശേഷം എനിക്കിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം നമ്മളവിടെ 6 റെയിൻ ഗാർഡിങ് വർക്കുകൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, മറ്റേ മാർത്താണ്ഡത്തും മംഗലാപുരത്തും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ ഞാൻ തിരികെ പോകും. നമുക്കറിയാം, വളരെ മനോഹരമായിട്ടുള്ളൊരു റബ്ബർ തോട്ടമാണിത്. കുറേ വർഷങ്ങളായി വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷമാണ് ഇവർ ഈ റെയിൻ ഗാർഡ് എന്ന് പറയുന്ന ആശയം റബ്ബർ ബോർഡുമായി ബന്ധപ്പെട്ട് അവർ നമ്മുടെ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ റബ്ബർ ബോർഡുമായി ബന്ധപ്പെട്ട് റെയിൻ ഗാർഡിങ് എന്ന് പറയുന്ന ഒരു ആശയം ഈ വർഷമാണ് അവർ കൊണ്ടുവന്നത്. പരമാവധി നല്ല രീതിയിൽ തന്നെ നമുക്കത് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുമായിട്ട് നമ്മൾ ഏറ്റവും വിദഗ്ധരായ തൊഴിലാളികളെയാണ് നമ്മൾ ജോലിക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. അവർ രണ്ട് പണികൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഏതായാലും ഇവിടുത്തുകാരെ കുറേ പേരെയും കൂടി നമ്മൾ ഈ തവണ റെയിൻ ഗാർഡിങ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ റെയിൻ ഗാർഡിങ് പോകും എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ആസാമിലെ സിൽച്ചർ ജില്ലയിലെ ധർമ്മപൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. ഓക്കെ, നന്ദി, നമസ്കാരം.